പൃഥ്വിരാജ്. Genius. Especially, I think, a business genius. യെസ്, ഓക്കെ. ഒരു ഇൻസിഡൻറ്റ് ഫ്രം ദാറ്റ് മൂവി, ഐ മീൻ ഒരു സെറ്റിലുള്ളൊരു ഇൻസിഡൻറ്റ് വിത്ത് പൃഥ്വിരാജ്. ഒരു സെറ്റിലുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഹിസ് മെമ്മറി ആൻഡ് ഹിസ് എബിലിറ്റി ടു ലേൺ ഡയലോഗ്, ലൈക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ തന്നെ ഡയലോഗ് മുഴുവൻ എക്സാക്ട്ലി അറിയാവുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഹി ഡസ് ഇറ്റ് ഇൻ വൺ ലുക്ക് ഓർ വെദർ ഹി ആക്ച്വലി ഡസ് സം അതർ പ്രോസസ്. പക്ഷേ റിയലി റിമാർക്കബിൾ സ്കിൽസാണ് മെമ്മറൈസിങ് ഡയലോഗും അതിൻ്റെ എൻറ്റയർ സ്ക്രിപ്റ്റിലെ ഫുൾ പ്രോസസ്സൊക്കെ. വെരി പ്രൊഫഷണൽ പേഴ്സൺ. ഗ്രേറ്റ്. ലാലേട്ടൻ. മിസ്റ്റിക്കൽ. ബിക്കോസ് ലാലേട്ടന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ദർ സംതിങ് വെരി ലൈക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഓക്കെ. ടീന. One of the best bakers I have met. She is a very famous home baker from Thrissur, my mom. And her Christmas plum cakes are so great. They go all over the world. ലോകത്തെ എല്ലായിടത്തേക്കും ക്ലയൻസ് ഓർഡർ ചെയ്തിട്ട് കൊറിയർ ചെയ്തേക്കും. ടീനാസ് ബേക്സ്. ഇൻസ്റ്റാഗ്രാമിൽ ടീനാസ് ബേക്സ് എന്നുണ്ട്. സോ ദ ഫസ്റ്റ് തിങ് വെൻ യു ടോക്ക് അബൌട്ട് നമുക്ക് കേക്കിൻ്റെ സ്മെല്ലാണ് വരിക. ചുമ്മാതല്ല, കുക്കിംഗ് പരീക്ഷണങ്ങളെല്ലാം കുഴപ്പമില്ല, അതെ, കുഴപ്പമില്ലാതെ പോകുന്നത്. കൈപുണ്യം ഹെറിഡിറ്ററി ആയിരിക്കും. റൈറ്റ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഓൾ ഇൻ ഓൾ ഭയങ്കര ഓൾറൗണ്ടറാണ്. ആൻഡ് വെരി ഹംബിൾ പേഴ്സൺ. ഐ തിങ്ക് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ഹംബിൾ പീപ്പിൾ ഐ ഹാവ് മെറ്റ്. ഹ്യൂമിലിറ്റി കംസ് നാച്ചുറലി ടു ഹിം. അത് എനിക്കൊക്കെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ട്രേറ്റാണ്. ബിക്കോസ് ഞാൻ അത്യാവശ്യം എനിക്കൊരു അറിവുണ്ടെങ്കിൽ അതിൽ ഇത്തിരി ആറഗൻ്റ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് പ്രശാന്തേട്ടനെ മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഹ്യൂമിലിറ്റി ആക്ച്വലി പഠിച്ചു. ജെന്യുവിൻ ഹ്യൂമിലിറ്റി. ആൻഡ് ദ എബിലിറ്റി ടു ലേൺ. ആരെന്ത് പറഞ്ഞാലും അതിന്ന് സ്വന്തം ഈഗോ ഓർ എനിക്കിതറിയാം ഞാൻ ആരാണ് ആ ചിന്തകളൊന്നുമില്ലാതെ ആര് പറയുന്നതെന്നും നല്ലൊരു ലെസൺ എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ഐ ഹാവ് ലേൺ ഫ്രം ട്രൈങ് ടു ലേൺ. ഞാൻ ഒരിക്കലും ആ ലെവലിൽ എത്താൻ ഭയങ്കര പാടാണ്. ബിക്കോസ് അത്രയും ഹ്യൂമിലിറ്റി ഉള്ള ഒരാളാണ്. See how romantically she is. Okay. ജയരാജ് സർ. മെൻറ്റോർ. Okay. രാജേഷ് പിള്ള. ലൈക്ക് എൻ ഏഞ്ചൽ. ഹീ ടോട്ട് മീ ഹൗ ടു, അതായത് രാജേഷ് പിള്ള ട്രാഫിക്കിൻ്റെ ഒരു എല്ലാവരെയും ഓർത്തിരിക്കുന്ന എൻ്റെ ഒരു സീനുണ്ട്. എൻ്റെ 14 വർഷത്തേക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും എന്നും പറയുന്നൊരു സീൻ. ആ സീനിൽ എങ്ങനെ ഒരു ക്യാരക്ടറിലോട്ട് കയറണം എന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്ത് തന്ന ഒരാളാണ്. ദാറ്റ് ഹാസ് ചേഞ്ച്ഡ് മൈ എൻറ്റയർ കരിയർ. ബിക്കോസ് എന്നെ ആ പറയുന്ന ക്യാരക്ടർ, ശ്രുതി എന്നാണെന്ന് തോന്നുന്നു ക്യാരക്ടറിൻ്റെ പേരുന്ന മൂവി, അവരുടെ എൻറ്റയർ പാസ്റ്റ് ആ സിനിമയിലില്ല. ആ സീൻസൊന്നും കുട്ടിക്കാലം മുതൽ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എല്ലാ നിമിഷം വരെയുള്ളൊരു ബാക്ക് സ്റ്റോറി ഞാനുമായിട്ട് വെറുതെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഹി ടോൾഡ് മീ നൗ ഗോ ആൻഡ് ആക്ട് ദ സീൻ. ആൻഡ് അൺഫർഗറ്റബിൾ. I think I got 12 awards for that film. All thanks to Rajesh Pillai. He changed my entire career graph. Okay. Mamuka. Age is like wine. Gets better and better every year. He is an inspiration for all of us. ഒന്ന് dedication to work. സെക്കൻഡ് ആ ഒരു ഡിഗ്നിഫൈഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി. പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും. ഓക്കെ. സുധീഷ് ശങ്കർ. ഓമനത്തിങ്കൾ പക്ഷിയുടെ ഫസ്റ്റ് ഡയറക്ടറാണ്. ദെൻ വി ഓൾസോ ഹാഡ് സെക്കൻഡ് ഡയറക്ടർ രാജീവ് ഹാഡ് കം ഇൻ. സോ സുധീഷ് ശങ്കർ ആക്ച്വലി തുടക്കത്തിൽ ഓമനത്തിങ്കൾ പക്ഷിയുടെ തുടക്കത്തിൽ ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് തരുന്നൊരു ഡയറക്ടറാണ്. മിക്ക ആക്ടേഴ്സിന് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഡയറക്ഷൻ സ്റ്റൈൽ. യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് തിരിയൂ, അത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അത് തൊടൂ, അങ്ങനെ നോക്കൂ, ഇങ്ങനെ. പക്ഷേ എനിക്ക് റിയലി സീരിയലിലെ ഒരു ഫോർമുല പഠിക്കാൻ അത് വളരെ യൂസ്ഫുള്ളായിരുന്നു. ലൈക്ക് എനിക്ക് സീരിയലിലെ ടൈമിങ് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാം നമ്മൾ ഫാസ്റ്റായിട്ട് കൺവേ ചെയ്യണം. സീരിയലിൽ അതിനെ നീട്ടിക്കൊണ്ട് കാണിക്കണം. അപ്പോൾ ഈ സുധീഷ് ശങ്കറിൻ്റെ ഡയറക്ഷൻ സ്റ്റൈൽ എന്നെ സീരിയലിലെ ഒരു സ്റ്റൈലിലേക്ക് എത്തിക്കുകയും ചെയ്തു. എൻ്റെ ഓൺ ടൈമിങ്ങിലോട്ട് ഗ്രാജുവലി അത് എത്തിക്കുകയും ചെയ്തു.
ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഫ്രെയിംസ് ഓർമ്മയുണ്ടെന്നുള്ളത്. അമ്മ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ കാണാമെന്ന് പറയില്ലേ, അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സീരിയൽസ് കാണേണ്ട പ്രായമാകുമ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ പറയുക. എന്നിട്ട് പിന്നെ ഇതെന്താ എത്രയ്ക്കോ അല്ല എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കാണുമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കും ഇങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ ഈ കഥകൊക്കെ അടച്ചിട്ട് കുട്ടീനെ ഇത് ചെയ്യാനൊക്കെ പോകത്തില്ലേ, അതൊക്കെ ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ സ്റ്റാൻഡ് ആണ്. അതൊക്കെ സുധീഷ് ശങ്കർ തന്നെയാണോ, ടു ഡയറക്ടേഴ്സ് ഫോർ ഇറ്റ്, കെ കെ രാജീവ് സാറല്ല. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഏത് പോർഷൻസ് ആരാ ഡയറക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ കുറേ തപ്പിയിട്ടാണ് ഈ പേര് കിട്ടിയത്. വിക്കിലും അങ്ങനെ ഇല്ല, കുറച്ച് തപ്പിയിട്ടേ കിട്ടി. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെയും കൂടി തപ്പാണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. സോറി, ആ രണ്ടാമത്തെ ആൾ ആരാണെങ്കിലും. ഓക്കെ, സോ വിജയരാഘവൻ ചേട്ടാ അവാർഡും കിട്ടിയിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ റിമാർക്കബിൾ ആക്ടർ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ബിക്കോസ് ദേ ആർ ഓൾ, ഇപ്പോൾ ഉർവശി ചേച്ചി ആണെങ്കിലും വിജയരാഘവൻ ചേട്ടനൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും മൾട്ടിപ്പിൾ അവാർഡ്സ് ഉണ്ടാവും, നാഷണൽ അവാർഡ്സ് കിട്ടേണ്ട ആൾക്കാരാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. സോ പ്രൗഡ്. ഞാൻ ലാസ്റ്റ് ഇയർ ജൂലൈയിൽ വർക്ക് ചെയ്തത് ഔസേപ്പിൻ്റെ. സോ വീണ്ടും വിജയരാഘവൻ ചേട്ടൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ലൈക്ക് അതിലൊരു പല്ല് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ, ഹി ഹാസ് ഗോട്ട് ഇറ്റ് മെയ്ഡ് ആൻഡ് കം. ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ടു ദ ക്യാരക്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു പാസ്റ്റ് ജനറേഷൻ വിച്ച് ഇസ് ഓൾ, എത്രയോ പേര് നമ്മളെ വിട്ടു പോയി. അപ്പോൾ ആ ഒരു ജനറേഷനിലെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. അതേ ജനറേഷനിൽ തന്നെ ഉർവശി ചേച്ചി നെക്സ്റ്റ്. അതാണ് ഡെഫിനറ്റ്ലി വാട്ട് ഇൻസ്പിറേഷൻ. നമുക്കൊക്കെ ഒരു എത്ര അവരുടെ ആക്ടിങ് കണ്ടാലും മതിയാവാത്ത, അവരൊക്കെ ആക്ടിങ് എന്താ പറയുക, ഇറ്റ് കംസ് സോ നാച്ചുറലി ആൻഡ് സോ ബ്യൂട്ടിഫുള്ളി ഫ്ലോസ്. എനിക്ക് ഉള്ളൊഴുക്ക് ഭയങ്കര ഇഷ്ടമായ പെർഫോമൻസ് ആണ്. ഓക്കെ, രവീന ടാൻഡൻ. എനിക്ക് റവീന ടണ്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലുക്സ്. അതെ, റവീന ടണ്ടന് KGF എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി. പക്ഷെ എവറി ടൈം ദ ഫസ്റ്റ് തോട്ട് റവീന ടണ്ടൻ എന്ന് പറഞ്ഞാൽ ടിപ്പ് ടിപ്പ് ബർസാ പാനി വരും മനസ്സിൽ. ഐ തിങ്ക് ആ സമയത്ത് അത് റിലീസായ സമയത്ത് ഞാൻ സ്കൂളിലായിരുന്നു. സോ ഐ വാസ് എ ഹ്യൂജ് ഫാൻ. ഐ യൂസ്ഡ് ടു ഫൈൻഡ് ഹർ സോ ബ്യൂട്ടിഫുൾ. അതെനിക്കൊരു ചീസ് ബഡി ഹേ, അതിൽ രവീണ മൊഹറയുടെ ഫിലിമിൽ 2 സോങ് ഉള്ളത്. അതെ അതെ, ഓക്കെ ഓക്കെ. സോ ആ ഒരു എക്സ്പീരിയൻസ് കറക്റ്റ് സിങ്ക് ആയിരുന്നു. നിങ്ങളൊക്കെ അന്വേഷിച്ചത് ആരാ ഇത് ഡബ് ചെയ്തെന്ന് അന്വേഷിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, തിയേറ്ററിൽ പടം കാണുമ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു ലെന ചേച്ചിയുടെ മുഖമാണ് ഞങ്ങൾക്ക് അവിടെ കാണാനുണ്ടായിരുന്നത് ബിക്കോസ് ഓഫ് ദ വോയിസ് എന്ന്. സോ ദാറ്റ് ഈസ് താങ്ക്സ് ടു പൃഥ്വിരാജ് ആൻഡ് നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ കംപ്ലീറ്റ്ലി റീറോട്ട് ഓൾ ദ സ്ക്രിപ്റ്റ്സ് ടു മലയാളം ആവാൻ. വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഈ ഇഫക്റ്റ് കിട്ടില്ല. അപ്പോൾ പഞ്ച് ഡയലോഗ്സ് എഴുതിച്ച് നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് ഡബ് ചെയ്യിച്ച്, അങ്ങനത്തെ ഡബ്ബിംഗ് ഒന്നും നമുക്ക് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു പടത്തിലേ ചെയ്യാൻ പറ്റും. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഐ എം വെരി ഹാപ്പി ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഡബ്ബിങ് അധികം എന്താ പറയും, നമ്മളീ പറയുന്ന പറയല്ലോ ആയിരക്കണക്കിന് സിനിമകളിൽ ഡബ്ബൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തതെല്ലാം പുലി സാധനങ്ങളല്ലേ. ഓക്കെ, നമ്മുടെ മന്ദിരാബേദിക്ക് ഞാൻ ഡബ് ചെയ്തിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ടഫ്. അവരുടെ ലിപ് സിങ്കൊക്കെ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അതും വളരെയധികം എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അതുവരെ എനിക്ക് അങ്ങനെ ഡബ് ചെയ്യണമെന്ന് താല്പര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ എന്താ കൂടി നല്ല ഐക്കോണിക് ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര നല്ലത്. ഓക്കെ, സോ നെക്സ്റ്റ് ദുൽഖർ സൽമാൻ, ലാസ്റ്റ് വൺ. വെരി സ്വീറ്റ് ഹ്യൂമൻ ബീങ്. അതായത് ജെന്യുവൻലി ഭയങ്കര സ്വീറ്റ്. എൻ്റെ ഓർമ്മയിലൊരു ഓർമ്മയുള്ളത്, ഞങ്ങൾ വിക്രമാദിത്യൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീ സെഡ്, ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം സോഡ കുടിക്കുന്നൊരു കടയുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് വാങ്ങിപ്പിക്കട്ടെ, നിങ്ങളൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം സോഡ വാങ്ങിപ്പിച്ചത്. അത് ശരി, അതൊക്കെ ഭയങ്കര ക്യൂട്ട് മെമ്മറീസാണ്. ഓക്കെ, ഇവര് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടൂറിന് പോയ സമയത്ത് അമ്മ വഴക്ക് കുറഞ്ഞ് കഥ വരെ പറഞ്ഞ ആളാണ്. വളരെ സ്വീറ്റ് ആയിട്ട്. അപ്പം നമുക്കൊക്കെ താഴെ എഴുതാൻ തോന്നും. അപ്പം ഞങ്ങളുടെ അവസ്ഥ തന്നെയാണല്ലേ എന്ന് തോന്നുന്ന പോലെ അത്ര സ്വീറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. സ്വീറ്റ് ആൻഡ് സിമ്പിൾ പേഴ്സൺ. ഓക്കെ, ഇനി ഇത് ഒബ്സർവേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. സീരിയൽസിൻ്റെ ഒക്കെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇന്നത്തെ സീരിയൽസിനല്ല, ഓമനത്തിങ്കൾ പക്ഷിയൊക്കെ ഉള്ള സമയം, അല്ലെങ്കിൽ KK രാജീവ് സാർ അവരൊക്കെ ഉള്ള സമയം, ആ സമയത്ത് സീരിയലിൽ അഭിനയിച്ചിട്ട് പിന്നെ സിനിമയിൽ സജീവമാകാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ എങ്ങനെ ഓർക്കുന്നു? എനിക്കതൊരു യൂണിവേഴ്സിറ്റിയാണ്. സീരിയൽ കാലഘട്ടമാണ് എൻ്റെ ആക്ടിങ് ക്ലാസ്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ബിക്കോസ് ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നു, രാവിലെ മുതൽ രാത്രി വരെ അഭിനയിക്കുന്നു.
സിനിമയിൽ നമുക്ക് കുറച്ച് മിനിറ്റ്സേ കിട്ടുള്ളൂ അഭിനയിക്കാൻ. സീരിയലിൽ നമുക്ക് മണിക്കൂറുകൾ നമ്മുടെ ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇത്രയും നല്ല കോ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട്. എല്ലാം സിനിമയിലുള്ളവരായിരുന്നു ആ സമയത്ത്. സുരേഷ് കൃഷ്ണ, അനൂപ് മേനോൻ, തിലകൻ ചേട്ടൻ, സിദ്ദിഖിക്ക, ശ്രീവിദ്യാമ്മ, അങ്ങനെ എല്ലാം സിനിമയിലുള്ളവരായിരുന്നു സീരിയലിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ കോസ്റ്റാഴ്സായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നല്ല പ്രാക്ടീസ് സെഷൻസാണ് ആക്ടിങ്ങിൻ്റെ. ഇപ്പോൾ സാധാരണ നമ്മൾ ഫിലിംസിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻ്ററീസിലൂടെയൊക്കെയാണ് കാണുന്നത് ഒരാൾ സ്പേസിലോട്ട് പോകാൻ വേണ്ടി എങ്ങനെ പ്രിപ്പയർ ആവണമെന്ന്. ഇപ്പം നമുക്ക് ക്യൂരിയോസിറ്റി വന്നാലും നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കി യൂട്യൂബിലൊക്കെ കണ്ട് ഒന്ന് എന്താ സമാധാനം അടയുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ലാസ്റ്റ് ഷാരൂഖിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിലിങ്ങനെ കുറച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പോൾ ആളുടെ പ്രിപ്പറേഷൻ ഇറ്റ്സ് ഫോർ ദ നേഷൻ. അപ്പോൾ നമ്മുടെ എത്രത്തോളം ആ പ്രിപ്പറേഷൻ്റെ ഒരു പെർസിവറൻസും അല്ലെങ്കിൽ ഹാർഡ് വർക്കും ഒക്കെ എത്രത്തോളം അത് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത്യാവശ്യം സൂപ്പർ ഹ്യൂമൻ ഗ്രിറ്റ് തന്നെ വേണം, പെർസിവിയറൻസ് വേണം, ഹെൽത്ത്, ഫിറ്റ്നസ്, അത് കൂടാതെ ഒരു ലെവൽ ഓഫ് എന്നുവെച്ചാൽ ഫിറ്റ്നസ്സും കൂടെ അല്ല, അത് ഒരു തരം സ്റ്റാമിന ടു ടേക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ്, ടു ടേക്ക് ഈ ജി ഫോഴ്സസ് ഒക്കെ എല്ലാവർക്കും നാച്ചുറലി താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുപോലുള്ള ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഹു ആർ ഓൾറെഡി ഫൈറ്റർ പൈലറ്റ്സ് ആൻഡ് ആർ ടെസ്റ്റ് പൈലറ്റ്സ്. അപ്പോൾ ഇവർക്ക് ഒന്ന് പേടി പാടില്ല. സെക്കൻഡ്, അവർക്ക് ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും അത്ര സ്ട്രോങ് ആയിരിക്കണം. അവർക്ക് ഓൺ ദ സ്പോട്ട് അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വേണം, ടെൻഷൻ ആവാതെ പതറാതെ. ആൻഡ് പിന്നെ ഉള്ളത് ഈ കണ്ടിന്യൂസ് ഗ്രിറ്റ്, എത്രയോ വർഷങ്ങളിങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മൾ ഫിറ്റ്നസ്സും ഹെൽത്തും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ. അതുകൂടാതെ ഒരുപാട് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇവർ MTech ഒക്കെ എടുത്തു IISc ആ ഒരു പഠിക്കാനുള്ള മെൻറ്റാലിറ്റിയും വേണം. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒത്തുവരുന്ന ആൾക്കാർ ഹു ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, അതൊരു റെയർ ക്വാളിറ്റിയാണ്. അത് ആ റെയർ ക്വാളിറ്റി ഇവിടെയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രശാന്ത് സാറിനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഇപ്പം മാമിനോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ ഫൈറ്റർ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കെതിരെ പെണ്ണിനെ കണ്ടപ്പോൾ നമ്മളങ്ങ് ഭയങ്കര രോമാഞ്ചം വന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ ആ ഫൈറ്റർ പൈലറ്റ്സിൻ്റെ എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ ഹ്യൂജാണ്. അപ്പോൾ അവർ ചിലപ്പം മരണത്തിൻ്റെ മുഖത്തോട് മുഖം കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു റിമാർക്കബിൾ എക്സ്പീരിയൻസ് ഓർക്കുന്നുണ്ടോ സാർ പറഞ്ഞതായിട്ട്? അവർ പറയുന്ന എക്സ്പീരിയൻസസിൻ്റെ പ്രശ്നം നമുക്ക് പുറത്ത് പറയാൻ പാടില്ല, ഇതൊക്കെ നാഷണൽ സീക്രട്സ് ആണ്. അപ്പോൾ അവർ നേരിടുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ വളരെ ഹൈ റിസ്ക് ലൈഫ്, വളരെ ഹൈ സ്പീഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതും മെഷീൻസ്, ഹയസ്റ്റ് കപ്പാസിറ്റി മെഷീൻസുമായിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ അത് അവരുടെ റിയാക്ഷൻ ടൈം ഭയങ്കര ഫാസ്റ്റാണ്. അതേ സമയത്ത് കാംനെസ് ഫാക്ടർ ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് ഈ സ്റ്റേയിങ് കാം ഇൻ എ ടെൻസ് സിറ്റുവേഷൻ പഠിച്ച് നമ്മൾ അവരിലൊരു കാംനെസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അത് പതുക്കെ എനിക്കും കുറേ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ കണ്ടിട്ട്. ബിക്കോസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല കാര്യങ്ങൾക്ക്. അത് വളരെ നല്ല കാര്യമാണ് കണക്കിന്. എന്തൊരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യാല്ലേ. നമുക്കൊരു പില്ലർ ഓഫ് സ്ട്രെങ്ത് കൂടെ ഉണ്ടെന്നൊരു ഫീലിംഗ്. ഡിഫെൻസ് ഓഫ് ദ നേഷൻ എന്ന് വെച്ചാൽ ഡിഫെൻസ്, നമ്മളെ ഡിഫെൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നാഷണൽ പ്രൈഡും കൂടിയാണ്. തീർച്ചയായും. ഓക്കെ മാം, ഓണത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം എപ്പോഴും എൻ്റെ ഓർമ്മകൾ എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ വീടും അവിടുത്തെ സദ്യയും പൂക്കളവും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ മുത്തശ്ശി ലെഫ്റ്റ് ഇൻ May 2023 at the age of 98. അപ്പോൾ അതെന്നും എൻ്റെ മനസ്സിൽ ഓണം മുത്തശ്ശിയാണ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാം. ഇപ്പം അടുത്ത ബുക്ക് വരാൻ പോണു, അല്ലെങ്കിൽ അടുത്ത പുതിയ പുസ്തകങ്ങളിലോട്ടും എല്ലാം ആലോചിക്കുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഫ്രം മൈ ഫ്രണ്ട്സ് ഇൻ US. അപ്പോൾ അവർ ഇങ്ങനെ പെണ്ണുങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി ചെയ്യാനായിട്ട് പോകുമായിരുന്നു. US കുറേ ഫിലിം ബഫ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ കുറച്ച് അവർക്ക് മെനോപോസായിട്ടും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഈ ഹോർമോൺസിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാക്കുന്ന മൂഡ് സ്വിങ്സും അങ്ങനെ അതിനെ 18 പെണ്ണുങ്ങളായിട്ട് അവർ ഡിവൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ വിളിച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എടാ വി ഗോട്ട് എ ഗ്രേറ്റ് ഇൻസൈറ്റ് ഫ്രം ലെന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും മാമും ആ ഒരു പ്രോസസ്സ്, ഐ തിങ്ക് സംതിങ് റിലേറ്റഡ് ടു സ്ക്രിപ്റ്റിംഗ് എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി ഈ ടോപ്പിക്കൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ
എന്നെ ശ്യാം ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോൻ്റെ കാര്യം പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മ്യൂസിക് വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷേ വാട്ട് ഇസ് ദ തീം ചോദിച്ചപ്പോൾ ഈ സെഡ് ഐ വോണ്ട് സംതിങ് റെലവെൻറ്റ് ടു വിമൻ. ഞാൻ പറഞ്ഞു ഈ വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുന്നത് യൂഷ്വലി ഒന്നുമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ആ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ ഒന്നും കൂടെ എടുത്ത് റീഹാഷ് ചെയ്യുന്നു. അതിന് പകരം നമുക്ക് കുറച്ച് റിയലി സ്ത്രീകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഐ തിങ്ക് നൗ ഹീസ് മൂവിങ് ഓൺ ദോസ് ലൈൻസ്. അവരുടെ സോങ്ങും അതുപോലെ പോകുന്നു. ഈ ബുക്ക് ഉടനെ ഞാനിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇസ് ഗോൺ ടു ദി എഡിറ്റർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ഹോപ്പിംഗ് ദാറ്റ് ഈ ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഇറക്കാൻ പറ്റിയാൽ ഐ മൈറ്റ് ലോഞ്ച് ദിസ് ന്യൂ ബുക്ക്. കാരണം ഞങ്ങളൊക്കെ കേട്ട് മടുത്തിരിക്കാം മാം. എൻ്റെ ഭാര്യ ദേവിയാണ്, മൂദേവി എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ വരുന്ന ഇതിൽ നിന്നാണ്, ഈ മൂഡ് സ്വിങ്സിൽ നിന്നാണ് വരുന്നത് അല്ലെ? അപ്പോൾ മൂഡ് സ്വിങ്സ് എന്തുകൊണ്ടുണ്ടാവണു എന്നുള്ളത് ചോദിച്ചാൽ ആ ടോപ്പിക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരു എൻറ്റയർ സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് വേണം ഫോർ ദാറ്റ്. സോ ദാറ്റ് വിൽ ഡു. ഈ പുതിയ ബുക്ക് വരുമ്പോൾ എന്തായാലും അതിൻ്റെ എൻ്റെ ഇൻ്റർവ്യൂസ് ശരിക്കും ഞാൻ അതിൻ്റെ കോഴ്സസും ക്ലാസ്സസും ഒക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും അതിൻ്റെ കുറേ റിസർച്ചിലും അതിൻ്റെ ആപ്ലിക്കേഷൻസിലുമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സോൾഡിഫൈ ആവട്ടെ, ഒരു പക്കാ പ്ലാൻ ആവട്ടെ, ആൻഡ് ദെൻ വിൽ ഡെഫിനറ്റ്ലി ഡിസ്കസ് ഇറ്റ്. ഓക്കെ, ഞാൻ എന്തായാലും ആ ഒരു സംഭവം ഷാമിന്ന് അറിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ തോന്നി എന്നുള്ളതേ ഉള്ളൂ. അതുകൂടി എനിക്കറിയാം സീരിയസ് ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാടുണ്ട്. നമുക്കത് പറഞ്ഞു തുടങ്ങിയാൽ 1 hour പോരാ, ബിക്കോസ് നമുക്ക് എവിടെയും അവസാനിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് കൺഫ്യൂഷൻ ആവും എല്ലാവർക്കും. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തലക്കേടി കുറേ കിട്ടി. എൻ്റെ കുറേ എന്താ പറയുക ചിന്താഗതികൾക്ക് പെട്ടെന്ന് നമുക്ക് ഡയറക്ഷൻ മാറാമെന്ന് പറയണത് ഇപ്പോൾ ഇൻഡസ് വാലി റിവർ പോലെയാണ് എൻ്റെ കാര്യം. പണ്ടത്തെ അൺസ്റ്റേബിൾ റിവർ സിസ്റ്റം പോലെ ആയിട്ടുണ്ട്. എപ്പോഴാണ് ദിശ മാറണമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടിട്ടു, ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടിട്ടു. എൻ്റെ തലയിൽ ഇങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും. ഇനി ഒന്ന് പോയിട്ടൊന്ന് സെറ്റിൽ ചെയ്യണം. ഓക്കെ, തന്നെ സെറ്റിലാവും. അപ്പം ഇത് കറക്റ്റ് സമയത്ത് നമുക്കൊരു ഗുരുവിനെ കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. എന്തായാലും ഫെൻറ്റാബുലസ് ആയിട്ട് ഈ എല്ലാ അരേനയും മാഡത്തിൻ്റെ ലൈഫിൽ പോട്ടെ. അത് ആക്ടിങ് ആയാലും ഇതൊന്നുമല്ല. എനിക്ക് പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട് 4 വയസ്സും 3 വയസ്സും ഇളയതും മൂത്തതുമായിട്ടുള്ള ആൾക്കാരുടെ അമ്മയൊക്കെ ആയിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ പറ്റുന്നു എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാണ്ട് വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള റോൾസ്, അതുപോലെ തന്നെ ഓൺട്രപ്രീനർഷിപ്പിൽ ഹൈയിലോട്ട് പോട്ടെ, അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യത്തിലായാലും സ്ക്രീൻ പ്ലേ ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാ ഹാറ്റ്സും ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് വീണ. വളരെ രസകരമായിട്ടുള്ളൊരു ചാറ്റായിരുന്നു. റിയലി എൻജോയ്ഡ് ഇറ്റ്. നമ്മുടെ ഈ ചാറ്റിൽ നിന്ന് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടായാൽ അതിലേറെ സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസിൽ അറിയിക്കുക. ഈ സെക്കൻഡ് ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ് മിസ്റ്റിക്കലായിട്ടുള്ള, ഇല്ലോജിക്കലായിട്ടുള്ള, ഭയങ്കര കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ലൈഫ് എക്സ്പീരിയൻസസും തത്വങ്ങളും, ആ ബുക്ക് എഴുതണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും ഈസി വേ ടു ഗെറ്റ് പബ്ലിക് ഫീഡ്ബാക്ക്. സോ താങ്ക് യു സോ മച്ച്.